സ്റ്റുഡൻസ് അബാക്കസിലെ വിവിധ ഭാഗങ്ങൾ. ഫസ്റ്റ് വൺ, ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം എന്നതുപോലെ അബാക്കസിൻ്റെ ബൗണ്ടറി ആണ് അബാക്കസിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അബാക്കസിൻ്റെ ബൗണ്ടറിയാണ് അബാക്കസിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അബാക്കസ് ടൂളിൽ കാണുന്ന ഈ മുത്തുകളെ ആണ് അബാക്കസിൻ്റെ ബീഡ്സ് എന്ന് പറയുന്നത്. അബാക്കസ് ഫ്രെയിമിനുള്ളിലെ മുത്തുകളെ അബാക്കസിൻ്റെ ബീഡ്സ് എന്ന് പറയുന്നു. അബാക്കസ് ബീഡ്സിനെ 2 ഭാഗങ്ങളാക്കി മാറ്റുന്ന ഈ ബാറിനെയാണ് നമ്മൾ വാല്യൂ ബാർ എന്ന് പറയുന്നത്. ഈ കാണുന്ന വൈറ്റ് ഡോട്ട്സ് ഉള്ള ഈ ബാറിനെയാണ് വാല്യൂ ബാർ എന്ന് പറയുന്നത്. ഈ വാല്യൂ ബാർ നമ്മുടെ ബീഡ്സിനെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഈ വാല്യൂ ബാറിന് താഴോട്ടുള്ള ബീഡ്സിനെ ലോവർ ബീഡ്സ് അല്ലെങ്കിൽ എർത്ത് ബീഡ്സ് എന്നും വാല്യൂ ബാറിന് മുകളിലോട്ടുള്ള ബീഡ്സിനെ ഹെവൻ ബീഡ്സ് അല്ലെങ്കിൽ അപ്പർ ബീഡ്സ് എന്നും പറയുന്നു. വാല്യൂ ബാറിന് താഴെയുള്ള ഈ മുത്തുകളെ ആണ് നമ്മൾ ലോവർ ബീഡ്സ് അല്ലെങ്കിൽ എർത്ത് ബീഡ്സ് എന്ന് പറയുന്നത്. ഇതിന് മുകളിലേക്കുള്ള ഈ ബീഡ്സിനെ പറയുന്ന പേരാണ് അപ്പർ ബീഡ്സ് അല്ലെങ്കിൽ ഹെവൻ ബീഡ്സ്. നമ്മുടെ അബാക്കസിലെ മുത്തുകളെ കോർത്തിട്ടിരിക്കുന്ന ഈ ദണ്ടുകളെ പറയുന്ന പേരാണ് റോഡ്സ്. ഈ മുത്തുകൾ ഈ റോഡ്സിൽ കോർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് അബാക്കസിൽ എത്ര റോഡ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നമ്മുടെ സ്റ്റുഡൻസ് അബാക്കസിൽ 15 റോഡ്സ് ഉണ്ട്. നമ്മുടെ വാല്യൂ ബാറിൽ കാണുന്ന വൈറ്റ് കളറിലുള്ള ഈ ഡോട്ട്സിനെ പറയുന്ന പേരാണ് യൂണിറ്റ് ഡോട്ട്സ്. ഈ വൈറ്റ് കളർ ഡോട്ട്സിനെ പറയുന്ന പേരാണ് യൂണിറ്റ് ഡോട്ട്സ്. ഒരു സ്റ്റുഡൻസ് അബാക്കസിൽ 5 യൂണിറ്റ് ഡോട്ട്സുകളാണ് ഉള്ളത്. ഈ യൂണിറ്റ് ഡോട്ട്സുകളുള്ള റോഡ്സ് 1, 2, 3, 4, 5. ഈ റോഡ്സിനെ പറയുന്ന പേരാണ് യൂണിറ്റ് റോഡ്സ്. ഈ യൂണിറ്റ് റോഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് റോഡ്സാണ് സാധാരണയായിട്ട് നമ്മൾ യൂണിറ്റ് പ്ലേസ് വാല്യൂസിനെ, ഒരു നമ്പറിൻ്റെ വൺസിൻ്റെ പ്ലേസിലെ വാല്യൂസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലെ ഈ 5 യൂണിറ്റ് റോഡ്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂണിറ്റ് റോഡായിട്ട് സെലക്ട് ചെയ്യാം. ആ യൂണിറ്റ് റോഡിൽ നമ്മൾ വൺസിൻ്റെ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യും. സാധാരണയായിട്ട് മിഡിലിൽ കാണുന്ന ഈ റോഡിനെയാണ് യൂണിറ്റ് പ്ലേസിന് വേണ്ടിയിട്ട് എല്ലാവരും സെലക്ട് ചെയ്യാറുള്ളത്.